ടേക്ക് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ഒച്ചയും വിളി. കയ്യിൽ പൈസ തീർന്നപ്പോ ഒരു മനുഷ്യനെ കാണാണ്ട് ഇവിടെ എവിടെയും. അല്ലേച്ചേ നിങ്ങൾ രാവിലെ തന്നെ പണി തുടങ്ങിയല്ലേ? നിങ്ങളെ ശരീരം ശ്രദ്ധിക്കില്ല കേട്ടോ. നിങ്ങൾ കറുത്ത് വല്ലാണ്ട്. പിന്നെ വളരെ വെളുത്തിട്ടല്ലേ നിങ്ങള്? എന്താ ചെയ്യാനാക്കളെ, ഞങ്ങള് തലമുറകളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നില്ലയോ? തലമുറകളായിട്ട് ഇവിടെ ജോലി തലമുറകളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. അമ്മ നസീറിനെ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അമ്മ എന്തിനാ കാണുന്നത്? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പുറം നസീറിനെ. നിങ്ങള് കണ്ടിട്ട്? പിന്നെ അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് വയസ്സൊക്കെ ഉണ്ടോ? വയസ്സെന്തിനാ? ചെറുപ്പത്തില് ആ കുട്ടിയായിരിക്കും. അതാണ് അല്ലാതെ നിങ്ങൾ അതിനകത്ത് വയസ്സൊന്നും നിങ്ങളെ കണ്ടാ പറയില്ല. മക്കളെ അതേപോലെ എന്ത് പിന്നെ ഷൂട്ടിംഗ് ഒക്കെ എന്തായി? ഞങ്ങളെ ഷൂട്ടിങ്ങോ? അത് ചെറിയൊരു വിഷയമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ തുടങ്ങും. തുടങ്ങിയല്ലേ പറ്റുള്ളൂ. കുറെ പൈസ നമ്മളും മുടക്കിയിട്ടല്ലേ. പിന്നെ അതേപോലെ മാനേജ് സാറേ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ ഇവിടെ സ്റ്റുഡിയോ ഒഴിയണോന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തോ കാര്യം? ഞങ്ങളോട് റൂം ഒഴിയാൻ പറഞ്ഞു. റൂം ഒഴിയണോന്നൊക്കെ പറഞ്ഞായിരുന്നു. വിശ്വല്ല, ഇടിവെട്ടിയുടെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു. പറയലാന്നോ പാമ്പ് പിടിക്കുന്നത്? അല്ല, പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവിടെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ ചേച്ചി. പണി നടക്കട്ടെ. അപ്പം ഇനി നിങ്ങളെയൊക്കെ കാണുമ്പോൾ മുങ്ങി നടക്കണം. സാറേ ഏത് സമയത്ത് നിർത്താണ്ട് ചലിച്ചോണ്ടിരുന്ന ഫോണാണ്. ഇപ്പൊ കമ്പനിക്കാര് പോലും ഒക്കെ പാടെ മരിച്ച പോലെ നേരത്തെ നിറപറയൊക്കെ ചൊല്ലിയിട്ട് ഒരു പ്രൊഡ്യൂസറിനെങ്കിലും കിട്ടിയത്. അതാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ കളഞ്ഞിട്ട് പോവുകയും ചെയ്തു. എന്തോ ദോഷമാണെന്ന് നോക്കണേ. പ്രശ്നങ്ങളായിരുന്നു. ആക്ഷൻ പറയുന്നു, കട്ട് പറയുന്നു, പാക്കപ്പ് പറയുന്നു, എല്ലാം 10 ദിവസം കൊണ്ട് തീർന്നില്ലേ? കർത്താവ് ഇത്ര ദിവസം സന്തോഷം മാത്രമേ എനിക്ക് തന്നുള്ളൂ. സുഗുണ സുഗുണ അടങ്ങുമല്ലോ, പട്ടിണി അടക്കുമ്പോ അതൊക്കെ അടങ്ങുമല്ലോ. നീ കുടിക്കാൻ കുറച്ച് വെള്ളം താടേ. നീ ശവത്തെ കുത്തരുത്, കുറച്ച് കഞ്ഞിവെള്ളം. കഞ്ഞി ഉണ്ടെങ്കിലല്ല കഞ്ഞിവെള്ളം ഉള്ളൂ. എനിക്ക് വീട്ടിൽ പോകാൻ പൈസ ഇല്ല, അതെന്താ അറിയാം? അപ്പൊ മുഴു പട്ടിണി. ഇത് മുക്ക് വേണ്ട. ആ പ്രദേശം പോയപ്പോ സമാനമായല്ലോ, എല്ലാവർക്കും സമാനമായല്ലോ. അത് വിൽക്കണ്ട, 50 രൂപ പോലും കിട്ടുന്നില്ല. വിൽക്കാനേ ഇതിന്റെ സൂചി കൂടുന്നില്ല, കീ കൊടുത്ത്. അതും പോയി. അതെ, ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ആരെയും അങ്ങനെ ഞണ്ണണ്ട, മനസ്സിലായ? അതെ, ഞാനൊരു സന്തോഷ വർത്താനം പറയട്ടെ. ഇന്ന് വൈകുന്നേരം ഈ റൂം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പെരുമാൾ സ്വാമി പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാനുള്ള വാടക കൊടുത്തില്ലെങ്കിൽ നമ്മളെ ബാഗും കൂടി അയാൾ പിടിച്ചു വെച്ചിട്ട് ചവിട്ടി പുറത്താക്കുന്ന പറഞ്ഞത്. അല്ല, ഇത്രയും നാളും പട്ടിണി അടക്കുകയാണെങ്കിലും വെയിലും മഴയൊന്നും കൊള്ളാതെ വെക്കായിരുന്നു. ഇപ്പൊ നാളെ തൊട്ട് ഇറങ്ങാനല്ലോ, കടത്തിനല്ലോ. എന്നിട്ട് ഇവിടെ പട്ടി അടിച്ചു കൊല്ലേ? അതും ശരിയാ. ഇതിനൊരു ഗുരുവില്ല. അല്ല, അത് ബില്ല് ചോദിക്കുകയായിരിക്കും. എൻ്റെ സ്നേഹിതനാണ് കിട്ടും. ഹലോ, ആ ഹംസേ, എന്ത് വിശേഷം ഹംസേ? സിനിമ നിന്ന് പ്രൊഡ്യൂസർ പോയല്ലോ, അയാളൊരു 10 ദിവസം പൈസയൊക്കെ മുടക്കി തീർന്ന് അയാൾ പോയി. ഇനിയിപ്പോൾ ഒരാളെ കിട്ടാണ്ട് വഴിയില്ല. ആ അന്ന് പറഞ്ഞേ. ആ അയാൾ റെഡിയാണോ? ഇങ്ങോട്ട് വരുമോ? ഇന്ന് വരുമോ? ബാക്കി ഞങ്ങൾ ഹംസേ, ഈ ജന്മം തന്നെ മറക്കൂല ഹംസേ, ഈ ജന്മം തന്നെ മറക്കൂല. അതെ, ഒരു പ്രൊഡ്യൂസർ റെഡി ആയിട്ട് കോട്ടയത്തുള്ള ഒരു അച്ചായനാണ് എന്ന്. അയാളെ മുറ്റ് കാശുള്ള ആളാ, ചാക്കിട്ട് പിടിച്ചോളാം ആ മനുഷ്യനെ കേട്ടോ. ആശയലവാക്കാൻ ആളിനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കണ്ണാടി ഈ സാധനം എടുത്ത് വെക്കലാണല്ലോ എല്ലാത്തിനും കുഴപ്പം. എന്റെ പൊന്നു കൂടപ്പുറപ്പെ, കാല് പിടിച്ച് ഞാൻ പറയാ, നിന്റെ ജാട കാണിച്ച് നീ ആ മനുഷ്യനും കൂടി ഓണിക്കരുത് കേട്ടോ. ഒരിക്കലും ഞങ്ങൾ പറഞ്ഞുള്ളൂ. എന്റെ കർത്താവേ, ഈ വർക്ക് നടക്കണേ. ഈ വർക്ക് നടന്നു കഴിഞ്ഞ് പരുമല പള്ളിയിൽ പോയി കുരിശ് ചുമന്ന് ഞാൻ ഈ സുഗുണനെ നടത്തിക്കൊള്ളാവേ. വേവിച്ചിട്ടാ പോലെ എന്നെ നല്ലൊരു കാര്യത്തിൽ വേണ്ടിയിട്ടല്ലേ? അല്ല ഷേർലി, ഞാൻ അറിയാമെല്ലാം ചോദിക്കുക, നീ എത്ര വർഷം ഇപ്പൊ എന്നോട് വർക്ക് ചെയ്യുന്നുണ്ട്? കുറച്ചാളത്. ഒരു പ്രൊഡ്യൂസർ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും ജസ്റ്റ് ഒരു സന്തോഷം വേണ്ടേ, ഒരു ഹാപ്പി ആവണ്ടേ? അയ്യോ, ഞാൻ പിന്നെ ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കാം. അങ്ങേരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കും. പട്ടിണി മാറുന്ന സന്തോഷമൊക്കെ കാണിച്ചു. ഈ പ്രൊഡ്യൂസർ വരും പറഞ്ഞാ 100% ഉറപ്പാ.